ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഈന്തപ്പഴം ഇപ്പം നാട്ടിലും എല്ലായിടത്തും പച്ചക്കറി കടയിലൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. ഇത് ഞാനിപ്പോൾ വെക്കേഷനിൽ നിന്ന് വന്നപ്പം വേറെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്, കുറച്ച് ഉണങ്ങിപ്പോയത് വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് നമുക്ക് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഒപ്പി നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കി മീൻസ് വെയിലത്തൊന്നും വെക്കണ്ട, അതിൻ്റെ വെള്ളമയം കളഞ്ഞാൽ മതി. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ എടുക്കുക. ഇനി അതിൻ്റെ ആ ഞെടുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് ഒരു കത്തി വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു ഭാഗം, ഒരു സൈഡ് ഒന്ന് കീറി കൊടുക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ നെല്ലിക്കയും പിന്നെ ക്യാരറ്റും അങ്ങനത്തെ കട്ടിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാറില്ലേ. അപ്പോൾ സാധാരണ അതിൻ്റെ മേളിൽ കുറച്ച് കഴിയുമ്പം ഒരു പൂപ്പൽ പോലെയൊക്കെ വരുമല്ലോ. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ പൂപ്പലോ ഒന്നും ഉണ്ടാവില്ല, കുറേ നാളത് കേടുകൂടാതിരിക്കും. അപ്പം ഇതിനായിട്ട് ഞാൻ എരിവിനായിട്ട് എടുത്തിരിക്കുന്നത് പച്ചമുളകും കുറച്ച് കാന്താരിയും, അതൊന്നും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. കാന്താരിയും പച്ചമുളകും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ഇതൾ കറിവേപ്പിലയും. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് നമ്മുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കാന്താരിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അന്നേരം അതിലേക്ക് ഒരു നുള്ള്, വലിയ നുള്ളല്ല, ഒരു ചെറിയ നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈത്തപ്പഴമെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. അതിൽ വെള്ളമയം നന്നായിട്ട് ഓരോ ടിഷ്യൂലും ഇങ്ങനെ തുടച്ചെടുത്ത് വെള്ളമയമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ ചില്ലുകുപ്പിയാണേ. അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം എല്ലാം എടുത്തിട്ടു. അതിലേക്ക് നമ്മളിപ്പം കടുക് മൂപ്പിച്ച് വെച്ചിട്ടില്ലേ, ആ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈത്തപ്പഴം തന്നെ വേണമെന്നില്ല, നെല്ലിക്ക ആയാലും ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. നെല്ലിക്കയും ക്യാരറ്റും ഒക്കെ വീട്ടിൽ മമ്മി നാട്ടുമാങ്ങാപ്പഴം ഉണ്ടല്ലോ, നാട്ടുമാമ്പഴം ഇങ്ങനെ ഉപ്പിലിട്ടിങ്ങനെ വെക്കുമായിരുന്നു. കടുക് മൂപ്പിച്ചിട്ട് അത് കുറേ നാൾ, ഒരു 6-7 മാസത്തോളം അതിങ്ങനെ കേടാവാതിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാങ്ങാക്കറിയൊക്കെ വയ്ക്കാൻ നല്ലതായിരുന്നു. അപ്പം നമ്മളതെല്ലാം, അതിൻ്റെ മുളകും ബാക്കിയുള്ള എണ്ണയും എല്ലാം കൂടി ഈ കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തത് വിനാഗിരി. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി അത് മൂടത്തക്ക അളവിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ കഷ്ണങ്ങളും ആ മുളകും എല്ലാം മൂടുന്ന രീതിയിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക. ഇത് നമ്മൾ നന്നായിട്ട് അടച്ച് ഒരു സൈഡിലങ്ങ് വെച്ചേക്കാം. ഇപ്പം ഞാനൊരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ. നല്ല ചൂട് ചോറും ബീട്രൂട്ട് അച്ചാറുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ഈന്തപ്പഴവും അതിനകത്തുള്ള കാന്താരിയും ഒക്കെ കൂടെ ഉടച്ചം കഴിക്കണം. 8 ദിവസം കഴിഞ്ഞ് പിടിച്ചപ്പോൾ ക്യാമറ തിരിഞ്ഞുപോയി. എന്താ ചെയ്യുക? ഇത് നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടാം. നമ്മൾ ഓഫീസിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, ചൂട് ചോറിനോട് പ്രത്യേകിച്ചും. അതിങ്ങനെ ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഇളകി പോരും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈന്തപ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. കുറേ നാളിരിക്കും കേടാവാതെ. പക്ഷെ ഒത്തിരി നാളൊന്നും ഇരിക്കാൻ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ തീർന്നോളും. ചുമ്മാ പെറുക്കി തിന്നാനും ഇഷ്ടമാണ്, രസമാണ് നമ്മൾ നെല്ലിക്കയൊക്കെ കഴിക്കുന്ന പോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.